കേരളത്തിലെ എല്ലാ പാർട്ടികളും കോൺഗ്രസിനെ കണ്ടു പഠിക്കണമെന്ന തരത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം മാറുകയാണ്. ഏത് തന്റേടമുള്ള പാർട്ടിയാണുള്ളത്? ആരോപണം വന്ന് 24 മണിക്കൂറിനുള്ളിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും എല്ലാം രാജിവെക്കാൻ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ പാർട്ടി വേറെ ഏതാണുള്ളത് ഈ രാജ്യത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയിലെ വനിതാ സഖാവിനെ പീഡിപ്പിച്ച MLA PK ശശിയുടെ തീവ്രത അളക്കാൻ പോയ പാർട്ടിയുടെ പേരാണ് CPM. മറ്റൊരു MLA തൻ്റെ മകളെയും കുടുംബത്തെയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ലൈംഗിക വീരനെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ പാർട്ടിയാണ് CPM. അതുമാത്രമല്ല, ഇപ്പോൾ അടുത്ത് CPM-ന്റെ ഒരു MLA ബലാത്സംഗവും പീഡനവും നടത്തിയെന്ന് ഒരു സിനിമാ നടി വന്ന് പരാതി നൽകിയപ്പോൾ ആ MLA-യോട് വനിതാ കമ്മീഷനും നേതാക്കളുമെല്ലാം ചേർന്ന് രാജിവെക്കണ്ട എന്ന് പറയുകയും അതിനുശേഷം ലോകസഭയിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്ത പാർട്ടിയുടെ പേരാണ് CPM. ഇങ്ങനെ എത്ര കാമകേളികൾക്ക് കൂട്ടുനിന്നവരാണ് ഇവർ എന്നോർക്കണം. എന്നിട്ട് പറയുന്നു രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം കൂടി രാജിവെക്കണം എന്ന്. ഒരു കാര്യം വളരെ വ്യക്തമായി ഈ കള്ളഗർഭം ഉണ്ടാക്കുന്ന ചാനലുകാരും സൈബർ സഖാക്കളും മനസ്സിലാക്കേണ്ടത്, ആരോപണം വന്ന് 24 മണിക്കൂറിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് നിങ്ങൾ ഈ സംഭവത്തിലും നിയമപരമായുള്ള പരാതികളും അനുസരിച്ചുള്ള കോടതി നടപടികളും വാങ്ങിക്കൊടുക്കൂ. ആ നിമിഷം ചങ്കൂറ്റത്തോടെ MLA സ്ഥാനത്ത് നിന്നും വലിച്ചു പുറത്തെറിയില്ലേ കോൺഗ്രസ് ഈ മാങ്കൂട്ടത്തെ? പിന്നെ എന്തിനാണ് ഇത്ര താമസം? പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സഹോദരി റിപ്പോർട്ടർ ചാനലിനാണ് ഇവിടെ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ദുർഭരണത്തിൽ മുച്ചൂടും മുടിഞ്ഞു കിടക്കുന്ന പിണറായി ഭരണത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലും അതിൻ്റെ റിപ്പോർട്ടറും വ്യാജഗർഭമുണ്ടാക്കി കച്ചവടം നടത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഔദ്യോഗികമായി പരാതി നൽകാതെ ഒരു ചാനലിനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടുണ്ടാക്കുന്നവർ ഈ വാർത്ത വ്യാജ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനാണെന്നും ഞങ്ങൾ പറയുന്നില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വിശുദ്ധനുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റടിച്ച് കളിച്ച കുറെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ആ ചാറ്റിനെയൊന്നും മസാല പോരാതെ വരുമ്പോഴാണ് ഒരു ഗർഭം കൂടി ഇതിൽ വേണമെന്ന് ചാനലുകാരും ആസൂത്രണ കമ്മീഷനും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു നടിയാണ് റിപ്പോർട്ടർ ചാനൽ വഴി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അവർക്കാണെങ്കിൽ പരാതിയില്ല. വളരെ കാലം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവരിൽ പെട്ടെന്നുണ്ടായൊരു മാറ്റം എന്ത് എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം ആള് ശരിയല്ല, അയാളുടെ ബുദ്ധി നന്നാക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഒരാൾ മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിനെ ടൈപ്പ് റൈറ്റിംഗ് എന്നാണ് പറയുന്നത്. രണ്ടു ഭാഗത്തും ആളുകൾ നിന്ന് വാട്സാപ്പ് പോലെയുള്ള ആപ്പിൽ ടൈപ്പ് ചെയ്യുന്നതിനെയാണ് ചാറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രം ആരോപണത്തിന് വിധേയനാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല. അതുമാത്രമല്ല, ഈ അശ്ലീല കമന്റ് എന്നുള്ളത് ഗുരുതരമാണെങ്കിൽ പോലീസില്ലേ, കോടതിയില്ലേ, അതിനെയും വിശ്വാസമില്ലേ ഇവർക്ക്? അപ്പോൾ ആവശ്യം മാങ്കൂട്ടം എന്ന യുവ MLA-യെ നാറ്റിക്കണം. പറയുന്നത് ആര് എന്ന് കൂടി മനസ്സിലാക്കിയാൽ അല്പം കൂടി പിടികൂട്ടും. അത് ഒരു നടി എന്നതിനപ്പുറം ദേശാഭിമാനിയിലെ മുൻ മാധ്യമ പ്രവർത്തകനും പറവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ CPM നേതാവ് ജോർജിന്റെ മകളാണ്. ആ വഴിയിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. തെരഞ്ഞെടുപ്പിന് ഇനി വെറും 8 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ UDF MLA-മാരും അതുപോലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്ന് പിണറായി വിജയന്റെ കള്ളത്തരങ്ങളെ ഈ പൊതുജനമധ്യത്തിൽ വലിച്ചു കീറും കേരളത്തിന്റെ മണ്ണിൽ വെച്ച് തന്നെ. ഒരു സംശയവും വേണ്ട. അപ്പോൾ പണ്ട് ശങ്കരാടി പറഞ്ഞതുപോലെ എതിർ പാർട്ടിയിലുള്ള കൊള്ളാവുന്ന ചെറുപ്പക്കാരെ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ പെടുത്തി തകർക്കണം. അത് തന്നെയാണ് ഇതുവരെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത്. പരാതി നൽകാതെ അന്തരീക്ഷത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങളെ പരാതികളും തെളിവുകളും പുറത്തു വരുന്നതുവരെ കല്ലുവെച്ച നുണകൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കി തന്നെയാണ് കേരള സമൂഹം ഇന്നലെ കൊടുത്ത ഗൗരവം ഇന്ന് ആ വാർത്തകൾക്ക് കൊടുക്കാതെ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നത്. നാളെ അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം, രാഹുൽ മാങ്കൂട്ടം വിശുദ്ധനല്ല. പക്ഷേ പടച്ചുവിടുന്ന ചാനലുകളും പരാതി പരിഭവ രൂപത്തിൽ ഒതുക്കുന്ന പങ്കുകച്ചവടക്കാരും കേരള സമൂഹത്തിന് വലിയ അപകടം തന്നെയാണ്.